അഹ്ലുസുന്നന്റെ ഇമാമികളുടെ പേരിൽ കളവ് പറയാതെ, യഥാർത്ഥ സലഫികളുടെ പേരിൽ കളവ് പറയാതെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പേരും പ്രമാണങ്ങളുടെ പേരും കളവ് പറയാതെ ഈ പറയപ്പെട്ട ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സത്യത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ജിന്നുകളെ വിളിക്കാനോ അതേപോലെ തന്നെ ജിന്നുകളിലേക്കോ അള്ളാഹിൽ നിന്ന് മാറ്റി നിർത്തി ജിന്നുകളിലേക്കും ശൈത്താന്മാരിലേക്കും ആളുകളെ കൊണ്ടുപോകാനാണ്, അതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അടക്കത്തിലും അനക്കത്തിലും രാവിലും പകലും അള്ളാഹെന്നില്ലാത്ത വെടി മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടില്ല. അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് തന്നെ എന്ന് ബഹുമാനായ മർഹൂം എ പി അബ്ദുൽ ഖാദർ മൗലവി കാലത്തും പറയുന്ന സംഗതിയാണ്. ഇവിടെ വിജനപ്രദേശത്തും ജനപ്രദേശത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ആ സമയത്ത് റസൂലുള്ളാഹി അള്ളാഹനെ അയാൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ പറഞ്ഞ വാക്കുകൾ, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്. എങ്ങനെയുള്ള അള്ളയാണ്? അല്ലദീ ഇദാ അസാബക ദുർറുൻ ഫദഅവതഹു കശഫഹു അൻക. നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം മാറ്റിത്തരുന്ന അള്ളാഹു റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. രണ്ടാമത് വൈൻ അസാബക ആമസനത്തിൻ ഫദഅവതഹു അംബതഹ ലക. നിനക്ക് വരൾച്ച വന്നു, പ്രയാസം വന്നു, ആ സമയത്ത് നിനക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് തരുന്ന, വിളവുകൾ തരുന്ന അള്ളാഹു. മൂന്നാമത്തെ വല്ലാത്തൊരു പോയിന്റാണ്, വൈദാ കുൻത ബി അർളി കഫ്ര ഔ ഫലാത്തിൻ ഫളല്ലത് റാഹിലതുക ഫദഅവതഹു. നീ ഒരു വിജനപ്രദേശത്താണ്, വിജനപ്രദേശത്ത് നിൻ്റെ യാത്രാവാഹനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വഴിതെറ്റി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി, ആരും കൂട്ടിനില്ല. ഈ സമയത്ത് നീ വിളിക്കുന്നു, നിൻ്റെ പ്രയാസങ്ങൾ പരിഹരിച്ച് തരുന്ന, നീ വിളിക്കുകയും നിൻ്റെ പ്രയാസങ്ങൾ പരിഹരിച്ച് തരുകയും ചെയ്യുന്ന അള്ളാഹ്. ഇത് സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ വിജനപ്രദേശത്താണെങ്കിലും ജനപ്രദേശത്താണെങ്കിലും അള്ളാഹിനെ മാത്രമാണ് വിളിക്കേണ്ടത് എന്ന് ഏത് സമയത്തും ഏത് ഉറക്കത്തിലും പറയുന്ന ആളുകളാണ് മുജാഹിദുകൾ. പ്രത്യേകിച്ച് ഇവിടെ നമ്മളെ ആ താവയിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ്, ഇസ്ലാമത്തിൻ്റെ ആളുകൾ. ബാക്കിയുള്ള ഹദീസുകൾ വൈഫാണ്, അത് നമുക്കിവിടെ ചർച്ചയല്ല. പിന്നെ ഖുറാഫികളായിട്ടുള്ള സമസ്തക്കാരായിട്ടുള്ള സൂഫികളായിട്ടുള്ള ആളുകൾ എക്കാലത്തും അവരവരുടെ ഷിർക്കൻ ഇസ്തിഗാസ തൗഹീദാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വിശുദ്ധ ഖുറാനും സ്വഹീഹ ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യും. അതിന് തെളിവില്ല, ദുർവ്യാഖ്യാനിച്ചുണ്ടാക്കണം. അത് മുജാഹിദുകൾ പിടികൂടുമ്പോൾ അവർ ലൈഫായ ഹദീസായിട്ട് വരും. അതിൽപ്പെട്ട ഒരു ലൈഫായ ഹദീസും ചർച്ചകളുമാണ് ഇപ്പോൾ ഈ ഇബാദുള്ളയുടെ ചർച്ച. ഇത് മുൻഗാമികളായ ആളുകൾ കൊടുത്ത സലഫു ഉലമാകൾക്ക് കൊടുത്ത അതേ മറുപടി ഉമർ മൗലവിയും അതേപോലെ തന്നെ നമ്മൾ പണ്ഡിതന്മാരെല്ലാം കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ലൈഫ് ഹദീസ് ചർച്ച ചെയ്യുന്നത്? ഇനി ലൈഫ് ആണെങ്കിൽ തന്നെ അതിൽ ശിർക്കില്ല എന്ന് എങ്ങനെ ചർച്ച വന്നു? അതുകൂടെ തൗഹീദ് പഠിപ്പിക്കുന്ന വിഷയത്തിലാണ് ബഹുമാനിയനായ മർഹൂം അബ്ദുൽ ജബ്ബാർ മൗലവിയൊക്കെ ഇവിടെ ചർച്ച ചെയ്തത്. അതാണ് ഇവിടെ സാലിംകീം അതേപോലെ തന്നെ അബ്ദുള്ള എല്ലാവരും ചർച്ച ചെയ്തത്. ഇത് ഒരു കൂട്ടം മുജാഹിദുകളെ ഷിർക്ക് ആരോപിക്കാനും സംഘടന പിടിച്ചെടുക്കാനും ഫിത്ന ഉണ്ടാക്കാനും പാവപ്പെട്ട മുജാഹിദുകളെ പിളർത്തി, കുടുംബത്തിൽ പിളർപ്പുണ്ടായി, ഭാര്യ ഭർത്താക്കന്മാർക്ക് പിളർപ്പുണ്ടായി, മക്കളെ മാതാപിതാക്കൾ പുറത്താക്കി, എന്തെല്ലാം ഉണ്ടായി. എവിടേക്കാണ് ഈ പാപുകാർ കൂടെ എവിടെ ഇറക്കി വെക്കും? അപ്പോൾ അത് വലിയ ഗൗരവമായ സത്യത്തിൽ തൗഹീദിൻ്റെ ആളുകളെ ഷിർക്കാക്കാൻ വേണ്ടിയിട്ട് ഇത് സമസ്തക്കാർ കൊണ്ടുവന്ന അതേ വാദം സമസ്തക്കാരുടെ ആദർശത്തിലേക്ക് എത്തിയ ആളുകൾ സി ഡി ടവർ വിഭാഗവും അതേപോലെ തന്നെ മർക്സ് വിഭാഗവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.